السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على النور وأهله. اللهم صل على النور وأهله. اللهم صل على النور وأهله. ഏറ്റവും ബഹുവന്യരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, പ്രിയ സഹപാഠികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ജമിഅത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന മുസാബഖ മത്സരവേദിയിലാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നത്. ഞാൻ മത്സരിക്കുന്ന വിഭാഗം എന്നത് ജൂനിയർ വിഭാഗമാകുന്നു. എനിക്ക് ലഭിച്ച വിഷയം എന്നത് സ്നേഹപ്രവാചകർ എന്നതാണ്. പ്രവാചകർ എന്നത് സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രതീകമായി നമുക്ക് വായിച്ചു പോകാനാവാത്ത വലിയ ഒരു നീതിയുടെ വാക്താവാണ്. മുത്തുനബി ജീവിച്ച കാലം എന്നത് അക്രമത്തിലും അനീതിയിലും ജീവിച്ച ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകരുടെ ഉത്ഭവം. എന്നാൽ ഈ അക്രമത്തെയും അനീതിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തത് സ്നേഹത്തിലും സൗഹാർദ്ദപരമായ മുന്നേറ്റമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി. എന്നാൽ പ്രവാചകരെ കുറിച്ച് ഒരു അല്പ വായനയിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിലായിരുന്നു. ക്രിസ്താബ്ദം 571 ജനിച്ചു. ഉമ്മ ആമിന ബീവിയും പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആയിരുന്നു. മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു. പിന്നീട് അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടും വിധം വിശ്വാസവും സത്യസന്ധതയും പുലർത്തിയിരുന്ന ജീവിതം. 40 വയസ്സ് പൂർത്തിയായപ്പോ പ്രവാചകത്വം ലഭിക്കുകയും പിന്നീടുള്ള 23 വർഷം പ്രബോധന വഴിയിലൂടെയായിരുന്നു. കുട്ടികളായ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിക്കുപറ്റിയ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു. വളരെ ഭയപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൂച്ചയുടെ അരികിലേക്ക് ചെന്നു. ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തു താലോലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, ആരോ ഈ പൂച്ചക്കുഞ്ഞിനെ കല്ലെറിഞ്ഞ് കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ശരീരത്തിൽ നിന്ന് അല്പാൽപമായി രക്തം ഒഴുകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വേദനിച്ചു. അതിന് വേണ്ട പരിചരണങ്ങൾ നൽകി, വെള്ളം നൽകി, സ്നേഹത്തോടെ താലോലിച്ചു. എന്നിട്ട് ശേഷം സുഹൃത്തുക്കളായ ചെറുപ്പക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഈ പൂച്ചക്കുട്ടിയുടെ കാര്യത്തിൽ, ഈ പൂച്ചക്കുട്ടി എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിന്റെ കാര്യം, അതിനോട് നിങ്ങൾ ദയയോടുകൂടെ പെരുമാറണം എന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഭൂമിയിലുള്ളവരോട് ദയ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് ദയ കാണിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. മൃഗങ്ങളോട് ഉപദ്രവിച്ചുകൊണ്ട് കളിക്കുകയും അതുപോലെ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് എന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു.
മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്ന ബോധം ലോകത്തിന് മനസ്സിലാക്കി നൽകുകയും ചെയ്തു. ജന്തുക്കളോടും പക്ഷികളോടും ദയ കാണിക്കുക, പരിക്കു പറ്റിയവരെ പരിചരിക്കുക, സ്നേഹത്തോടുകൂടെ സംസാരിക്കുക. ദയയും കാരുണ്യവും വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കി തരുന്നു. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ ഒരു രീതിയിലായിരുന്നു. ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് കടന്നു വന്നത്. എവിടെയും ആശ്രയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാകുന്നു. നാളെ മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറ്റവരും ഉടയവരുമെല്ലാം നമുക്ക് ശത്രുക്കളായി മാറുമ്പോ, നീതിയായി ഇവിടെ ജീവിച്ചിട്ടില്ലെങ്കിലും നാളെ എല്ലാവരും ശത്രുക്കളായി മാറി നിൽക്കുമ്പോ അവിടെയും രക്ഷയായി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ പ്രവാചക സ്നേഹിയായി ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.